കാടുകളിൽ ഒളിച്ചിടങ്ങളിൽ നിന്ന് വരുന്ന കാറ്റിന്റെ ശബ്ദം കേട്ടു വളർന്നുവരുന്ന ഒരു രാത്രി ആദിത്യന്റെ ഹൃദയം അത്രയും അലർത്ത നിലയിലായിരുന്നു. സാധാരണ മനുഷ്യർ ഭയപ്പെടുന്നിടങ്ങളിലേക്കുള്ള ഇഷ്ടം അദ്ദേഹത്തിനായി ഒരു ശീലമെന്ന പോലെ മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ രാത്രി അദ്ദേഹം മുമ്പ് ഒരിക്കലും പോകാത്ത ഒരു സ്ഥലത്തെ തേടാൻ തീരുമാനിച്ചു. ഗ്രാമത്തിലെ മൂലയിൽ എല്ലാവർക്കും അറിയാമായിരുന്ന ഈ സെമിത്തേരി എന്നു വിളിക്കപ്പെടുന്ന പഴയ അരികിൽ തട്ടിമറഞ്ഞു നിൽക്കുന്ന ഒരു പുരാതന മരിച്ചവരുടെ വീട് പോലെയുള്ള കല്ലിനടിയിലെ സ്ഥലം രാത്രി വേളയിൽ കൂടുതൽ ഭയാനകമാവുന്നത് എല്ലാ ഗ്രാമവാസികൾ പറയുന്നു. ആദിത്യന്റെ ത്വക്കിൽ ഒരു ശീതളക്കാറ്റ് അടിഞ്ഞു വീണു. കാറ്റിന്റെ നിലക്കമ്പിനോടുള്ള സംഗമം ഒറ്റയടി ചുവട് വച്ചപ്പോഴേലും അവനെ വിറപ്പിച്ചു. പക്ഷേ ഭയം അതിനെ വഴിത്തിരിപ്പിക്കാൻ പര്യാപ്തമാകാതെ അദ്ദേഹം കൈയിലെടുത്ത ഫ്ലാഷ് ലൈറ്റ് പ്രകാശം കല്ലുകളും നിലത്തായ ഉരുകിയ അവശിഷ്ടങ്ങൾ ഉരുട്ടിയ ദിശകളിൽ തഴച്ചു. ചെറുകല്ലുകളിലെ നിഴലുകൾ തെന്നിന്റെയും ദൂരെ നിന്നും കാണുന്ന പൊൻവീണ പ്രകാശം പോലെയാണെന്ന് തോന്നി. പക്ഷേ ആ പ്രകാശം ജീവിച്ചതിലൊരുപോലെ കണ്ണുകൾ തിളങ്ങിക്കൊണ്ടിരുന്നു. പ്രവേശിച്ചു നിൽക്കുന്ന നേരത്ത് മനസ്സിലെ എല്ലാത്തരം രഹസ്യഭയങ്ങളും കടലാസിന്റെ പാളികളായി ചുരുങ്ങിയിരിക്കുന്നു. ഓരോ ചുവടും ഓരോ ശ്വാസവും ഒരു പഴയ കഥ പറയുന്ന പോലെ ഭൂതകാലത്തിന്റെ കറുത്ത നിഴലുകൾ കൊണ്ടു നിറഞ്ഞിരുന്നു. സെമിത്തേരിയുടെ പാതകൾക്കിടയിൽ മറഞ്ഞുപോയ പാറകൾ, വൃക്ഷങ്ങളുടെ വിരയലുകൾ, പഴയ മനുഷ്യരുടെ ശബ്ദങ്ങൾ കേട്ടുവന്നിരുന്നുവെന്ന് തോന്നിക്കുന്ന വിസ്തൃതമായ മൗനം ആദിത്യനെ അനിയന്ത്രിതമായ വിധത്തിൽ പിടിച്ചുപറ്റി. ഒരു കാലയളവിന് ശേഷം ചെറുകല്ല് മുകളിൽ നിന്നും ഒറ്റയടി താഴെയിറങ്ങിയപ്പോഴാണ് ആദിത്യന്റെ കണ്ണിന് ഒരു അപൂർവ ദൃശ്യമായത്. സ്ഫടികത്തിലൂടെ തെളിഞ്ഞ ഒരു നിഴൽ പോലെ തോന്നിയത്. പഴയ കല്ലുകളും മണ്ണും മാറിക്കിടക്കുന്നിടത്ത് ഒരു അരികിൽ പൊട്ടിച്ചിരിപ്പിക്കപ്പെട്ട കല്ലടി, മണ്ണിൽ അടിഞ്ഞുപോയ ശവത്തിന്റെ രൂപം പോലെ അതിന്റെ ഉരുണ്ട കണ്ണുകൾ ഒന്നിനൊന്നായി അയച്ചിരുന്നുവെന്ന് അനുഭവപ്പെട്ടു. ആദിത്യൻ പ്രക്ഷുബ്ധനായി പിന്നിലേക്കു തിരിഞ്ഞു. പക്ഷേ പിന്നിൽ ഒന്നും കണ്ടില്ല. പക്ഷേ ശബ്ദം, ഓരോ നിമിഷവും ചെറുതായി മാറിയ ശബ്ദം, വരിക വരിക എന്ന് പറഞ്ഞുവരുന്ന പോലെ അവന്റെ നെഞ്ചിൽ കുത്തിവച്ചിരുന്നുവെന്ന് തോന്നി. അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഓരോ പാറയുടെയും താഴെ ഒളിഞ്ഞ ശവങ്ങൾ, പഴയ പൂക്കളുടെ വാസന, ശീതളമായ പാമ്പ് പോലുള്ള കാറ്റ് എല്ലാം കൂട്ടത്തോടെ ഒരു ഭീതി കൊണ്ടും രഹസ്യത്തോടും ചേർന്ന് ഒരു ചക്രവാളം സൃഷ്ടിച്ചു. അപ്രതീക്ഷിതമായി ഒരു പഴയ ചോറ്റുപോലെ കെട്ടിയിരിക്കുന്ന കല്ല് ചെറിയ വിധം വിറങ്ങി. താഴെ ഒരു മൗനത്തിലെ ശബ്ദം കേട്ട് ആദിത്യൻ ഹൃദയം പിടിച്ചുനിന്നു. ആശ്വാസിക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്രത്യക്ഷമായ ശബ്ദം, ഇവിടെ നിന്നു വിടരാൻ ഇല്ല, ഇനി നീ ഞങ്ങളുടെ ഭാഗമാകും എന്നു പറയുന്ന എന്നപോലെ മഞ്ഞുമോരായ ദൃശ്യങ്ങൾ, പാടവമായ നിഴലുകൾ നിലത്തുള്ള പൊട്ടിയ വെള്ളങ്ങളിൽ പ്രതിഫലിച്ചു. ആദിത്യന്റെ കണ്ണുകൾ പകുതി നിലവിളികളിൽ നിഴലോടെ നിറഞ്ഞു. പക്ഷേ അതിനിടെ ഒരു ചെറിയ പ്രതിഫലമായ ചലനം, അങ്ങേയറ്റം മഞ്ഞുപോലെ പാടവമായി കല്ലുകളും പഴയ വൃക്ഷങ്ങളുടെയും ഇടയിൽ നിന്നു പതിഞ്ഞു. അദ്ദേഹത്തെ സ്വർഗാന്തരത്തിലേക്ക് എത്തിക്കുന്നൊരു അടിയന്തിര ശബ്ദമെന്നു തോന്നി. ആദിത്യന്റെ ഹൃദയം അത്രമേൽ വേഗത്തിൽ പതിച്ചു. പക്ഷേ ഒരു അന്ധകാരമായ ആകർഷണം അവനെ കൂടുതൽ ആഴത്തിലേക്ക് തള്ളിക്കൊണ്ടുപോയി. ഒരു ചെറിയ നിലവിളി കേട്ടു. ചുട്ട കല്ലുകളിൽ നിന്നുള്ള ശബ്ദം, നീ കണ്ടത് മാത്രമല്ല, ഇനി അനുഭവിക്കണം എന്നു വിളിച്ചു. ആ ശബ്ദം കേട്ട് ആദിത്യന്റെ പാതി ഭയം പാതി ആകർഷണം ഒരേ സമയം അദ്ദേഹത്തെ നിയന്ത്രിച്ചു. അപ്പോഴാണ് ആദിത്യന് ആദ്യമായി ശ്രദ്ധിച്ചത് നിലത്തിരുന്ന ഒരു പഴയ ഗ്രേവ്സിന്റെ തലക്കല്ല്, മറ്റൊന്നിനൊന്ന് കണ്ണുകളൊന്നുമില്ലാത്ത പക്ഷേ ഏതോ ജീവിയുടെ ദൃശ്യമായി നിലകൊള്ളുന്ന രൂപം, അതിന്റെ ആകൃതി നീലപ്രകാശത്തിൽ തീർന്നു നിൽക്കുന്നതുപോലെ. ഹൃദയം പിഴിഞ്ഞുപോയെങ്കിലും അദ്ദേഹം പടിപടിയായി അതിനടുത്തേക്ക് നടന്നു. ഓരോ ചുവടും ഭൂമിയിൽ ഒളിച്ചിരുന്ന പ്രായമായ രഹസ്യങ്ങളെ ഉണർത്തി. കല്ലും മണ്ണും തന്നെ ചുവട് കീഴിൽ വിറന്നുപോയി. അവിടെ എത്തുമ്പോൾ ഒരു അപ്രത്യക്ഷമായ കാറ്റ്, പഴയ കാലത്തുള്ള മനുഷ്യരുടെ വിരലുകളോടൊപ്പം, വരിക, കാണുക, ഞങ്ങൾ നിന്നെ നോക്കിക്കിടക്കുന്നു എന്നു വെളിച്ചത്തിൽ പറയുന്ന എന്നപോലെ ആദിത്യന്റെ ഹൃദയം ഊർജ്ജത്തോടെ നിറച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ മുഴുവൻ തുറന്നപ്പോൾ ആദ്യമായാണ് അദ്ദേഹത്തിന് സെമിത്തേരിയിൽ നടക്കുന്നത്. പക്ഷേ ഭയം, വിറപ്പം, രഹസ്യം എല്ലാം ഒരുമിച്ച് ഒരു ഭീതി നിറഞ്ഞ സ്വപ്നമായ അനുഭവമായി. അടുത്ത നിമിഷം തന്നെ ആദിത്യന്റെ ചുറ്റുപാടുകൾ മാറി വീണു. ഒരിക്കലും മുമ്പ് കണ്ടിട്ടില്ലാത്ത ദൃശ്യങ്ങൾ, പഴയ ഭൂതകാലത്തിന്റെ കണ്ണുകൾ പോലെ കല്ലുകളും മരങ്ങളും മറന്ന് അന്യഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയായി. നിലത്ത് പതിഞ്ഞ കല്ലുകളുടെ ഗഹനതയിൽ നിന്നു പഴയ സമയം മറന്നുപോയ മനുഷ്യരുടെ ദുരിതഗീതങ്ങൾ കേട്ടുവരുന്ന പോലെ തോന്നി. പക്ഷേ ശബ്ദങ്ങൾ അശരീരമായിരുന്നതുകൊണ്ടു അവനെ ഹൃദയം പൊട്ടുന്ന വിധം വിറപ്പിച്ചു. അവർ ഓർത്തുപോകുന്ന ഒരു രാത്രിയിലേക്കാണ് ആദിത്യൻ കടന്നത്. ഒരു പഴയ ബന്ധുക്കളുടെ ശവസഞ്ചി പൂർണ്ണമായും മണ്ണിൽ മറഞ്ഞു. പക്ഷേ മണ്ണിനുള്ളിൽ നിന്നു, അവയുടെ കണ്ണുകളിൽ നിന്നു അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു നിലവിളി ഉയർന്നു, ഞങ്ങളെ വിടരിക്കാൻ വന്നവനല്ല, നീ ഇവിടെ എന്നേക്കുമായി എത്തും എന്ന്. മൗനത്തിന്റെ അന്തരീക്ഷത്തിൽ ഭീതികരമായി ഒഴുകി. ആദിത്യൻ അടിയന്തിരമായി പിറകെ പോകാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ ചുവടുകൾ മണ്ണിനോട് ചേർന്ന് നീങ്ങാതെ അവനെ അതേ സ്ഥലത്ത് ബദലാക്കിവച്ചുവെന്ന് തോന്നി. അടുത്ത ഘട്ടത്തിൽ പച്ച നിഴലുകൾ മാറി. വലിയ പുരാതന വൃക്ഷങ്ങളുടെ കൊമ്പുകളിൽ നിന്നു സന്ധ്യാസമയത്തിൽ കാണാവുന്ന മനുഷ്യരാശിയുടെ രൂപങ്ങൾ പ്രത്യക്ഷമായി. അവർ പഴയ വേഷത്തിൽ, പഴയ കാലത്തെ ഭീതികരമായ മുഖഭാവങ്ങളോടെ, കൈകളിൽ പൊട്ടിയ ചുണ്ടുകളും
തൊലിയിൽ പൊട്ടിയ കരിമ്പു പോലെ പാടുകൾ കൊണ്ട് ആദിത്യനെ നോക്കി നിന്നു. അവന്റെ ഹൃദയം ഉറച്ചുപോയെങ്കിലും ആവേശവും ഭയവും ഒരുമിച്ചു അദ്ദേഹത്തെ ഒരു ത്രസിപ്പിക്കുന്ന നിലയിലേക്ക് അടിച്ചുപോകുന്ന പോലെ തോന്നി. അക്കാലത്ത് ഒരു വലിയ ഗ്രേവ്സിന്റെ മുകളിൽ നിന്നു ഒരുപാട് പഴയ മനുഷ്യരുടെ രൂപങ്ങൾ നിലത്ത് വീണു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് സ്ലോമായി സഞ്ചരിച്ചു. ഓരോ ചുവടും നിലത്തുള്ള മരിച്ചവരുടെ നിഴലുകളെ ഉണർത്തി. പാടുകൾ, പൊട്ടിയ കണ്ണുകൾ, മുഴുവനായ ഭയാനകമായ പ്രതിഫലങ്ങൾ തന്റെ നിഴലിലേക്ക് അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നതുപോലെ. ആദിത്യൻ കണ്ണുനീരും കൂടിയ ശ്വാസത്തോടെ പടിയിറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ കല്ലുകൾ, മണ്ണ്, മരങ്ങൾ എല്ലാം കൂട്ടത്തോടെ അദ്ദേഹത്തെ ഒരു വൃത്താകൃതിയിലാക്കി പൂട്ടിയിടാൻ ശ്രമിച്ചു. അദ്ദേഹം ഭയഭരിതനായി, എന്നാൽ ആവേശവും അദ്ദേഹത്തെ ഒരു നിർവാചകമായ ഹൃദയചിന്തയിലേക്ക് നയിച്ചു. സെമിത്തേരിയിലെ ഓരോ കോണിലും പുരാതന നാശങ്ങളുടെ അവശിഷ്ടങ്ങൾ, പഴയ കുടുംബങ്ങളുടെയും രഹസ്യങ്ങളുടെയും കഥകൾ അനുസ്മരിപ്പിച്ചു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് മനുഷ്യരുടെ മരണത്തിൽ ഒളിഞ്ഞുനിന്ന അനുഭവങ്ങൾ ഒറ്റനോട്ടത്തിൽ അവന്റെ മനസ്സിലേക്ക് ഒഴുകി. അടുത്ത നിമിഷം ഒരു ചെറിയ ശബ്ദം കേട്ടു. മണ്ണിന് താഴെ നിന്നൊരു ദൃശ്യമായ തലച്ചോറിന്റെ തകർച്ച. നീ അറിഞ്ഞത് ഞങ്ങളുടെ കഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ. ആദിത്യൻ തിരിച്ചറിയാതെ തന്റെ ചുറ്റും ഉള്ള വസ്തുക്കളും മനുഷ്യരാശിയും വിറങ്ങി. പഴയ മനുഷ്യരുടെ ശബ്ദങ്ങൾ രാക്ഷസരൂപം പോലെ ഒരു വലിയ ശബ്ദചക്രത്തിൽ നിന്ന് ഉയർന്നു. പിന്നീട് ഒരു പഴയ കല്ലിന്റെ അടിത്തട്ടിൽ ഏതോ കറുത്ത മണ്ണിൽ മറഞ്ഞിരുന്ന ഒരു രക്തപ്പാട് പ്രത്യക്ഷമായി. അത് മുതൽക്കുറ്റം പോലെ ഓരോ ചുവടിലും അദ്ദേഹത്തിന്റെ മനസ്സിലെ ദൃശ്യങ്ങളോട് ചേർന്ന് ഭീതികരമായ അന്ധകാരം സൃഷ്ടിച്ചു. കാറ്റ് വീണ്ടും ശബ്ദത്തോടെ കടന്നു. പഴയ മനുഷ്യരുടെ വിരയലുകൾ, നീ ഇവിടെയുണ്ടാവാൻ ഓർത്തുവെച്ചില്ലേ എന്ന് വിളിച്ചു. ആദിത്യൻ പടിയിറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ഒരുപാട് മനുഷ്യരുടെ നിരീക്ഷണങ്ങൾ അദ്ദേഹത്തെ പിടിച്ചുപറ്റി. ഒരു അജ്ഞാത ഭീതിയിലേക്കു അടിച്ചുകയറി. ഇത് ഒരു സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ആദിത്യൻ ഗാഢമായ പ്രചോദനത്തിലേക്ക് വീണു. അവൻ കണ്ണു തുറന്നപ്പോൾ ഗ്രേവ്സിനടുത്ത് ഒരു പഴയ കല്ലിലെ നിഴൽ മനുഷ്യമുഖത്തെ തുടർന്ന് നേരിട്ട് അദ്ദേഹത്തെ നോക്കി. ശബ്ദം വീണ്ടും കേട്ടു, നിനക്ക് ഇനി പോകാൻ വഴിയില്ല, നീ ഞങ്ങളുടെ കഥയുമായി ചേർന്നു പോകണം എന്ന്. ആദിത്യന്റെ മനസ്സിൽ എല്ലാം കുരുങ്ങി. ഓരോ ശ്വാസവും, ഓരോ ചുവടും, ഓരോ നിഴലും ഒരു അന്ധകാരമായ സങ്കല്പത്തിന്റെ ഭാഗമായി. അവന്റെ കൈയിൽ ഫ്ലാഷ് ലൈറ്റ് പകുതി അകത്തേക്കു തിരിഞ്ഞു. ഒരു പഴയ ഗ്രേവ്സിന്റെ താഴെ നിന്നൊരു നിഴൽ പോലെ ആഴത്തിലുള്ള കണ്ണുകളോടെ. അവന്റെ മനസ്സിൽ ശബ്ദങ്ങൾ പാടലായി മാറി. പഴയ മനുഷ്യരുടെ ജീവിതം, മരണവും ദുഃഖവും എല്ലാ രഹസ്യങ്ങളും ഒരുപാട് കറുത്ത ചാക്കിലൊത്ത് തിരിഞ്ഞു. അവൻ തിരിച്ചറിയാതെ ഒരു വലിയ അന്ധകാരത്തിലേക്ക് തള്ളിപ്പോയി. ആ അനുഭവം സ്വപ്നത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും മധ്യഭാഗത്തിൽ ഒരു മല്ലു നൈറ്റ്മെയർ പോലെയുള്ള ഭീതികരമായ യാഥാർത്ഥ്യമായി മാറി. ആദിത്യൻ അടുത്ത നിമിഷം തന്നെ മനസ്സിലാക്കാതെ ഗ്രേവ്സിനടുത്തുള്ള കല്ലുകൾക്കിടയിൽ ഒരു വിചിത്രമായ കാറ്റിൽ വീണു. കാറ്റ് സജീവമായി ചുറ്റി. പഴയ മനുഷ്യരുടെ ശബ്ദങ്ങൾ ഓർമ്മകളുടെ രൂപത്തിൽ അവന്റെ മനസ്സിൽ ഉണർന്നു. നീ ഇപ്പോൾ ഞങ്ങളുടെ ലോകത്തിലേക്ക് പ്രവേശിച്ചു. ശബ്ദം മുഴങ്ങുകയും വൃക്ഷങ്ങളുടെ കൊമ്പുകളിൽ നിന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി, നിനക്ക് വഴിയില്ല എന്ന് പറഞ്ഞു. അവന്റെ ഹൃദയം വേഗത്തിൽ അടിച്ചുകൊണ്ടു. ചിന്തകൾ നിറഞ്ഞു. ഭയം അവനെ മുഴുവൻ ചതിച്ചുകൊണ്ടുപോയി. അവൻ ചുവട് വീഴാൻ ശ്രമിച്ചപ്പോൾ ഗ്രേവ്സുകൾക്കിടയിലെ മണ്ണ് തളർന്ന് താഴെയുള്ള ഒരു ഇരുണ്ട ഗഹനതയിലേക്ക് അവനെ ഇറക്കി. അവിടെ കണ്ട് ആദിത്യൻ വിറങ്ങി. പഴയ തലക്കല്ലുകൾ, അകത്തുള്ള ശവങ്ങളുടെ വിരയലുകൾ എല്ലാം ജീവിച്ചിരിക്കുന്ന പോലെ കണ്ണുകൾ തുറന്ന് അദ്ദേഹത്തെ നോക്കി നിന്നു. നീ മരിച്ചവരോടൊപ്പം സഞ്ചരിക്കണം, ശബ്ദം വീണ്ടും കേട്ടു. അവന്റെ മനസ്സിൽ ശബ്ദങ്ങൾ ഭ്രമമായ ഒരു ചക്രം സൃഷ്ടിച്ചു. അവൻ ചുറ്റും നോക്കുമ്പോൾ ഓരോ നിഴലും, ഓരോ ചുവടും, ഓരോ വൃക്ഷമരം എല്ലാം ഒരുമിച്ച് ഒരു പ്രാചീന അന്ധകാര ഭീതിയുടെ രൂപത്തിലേക്ക് മാറി. അവൻ വിറന്നു. പക്ഷേ സങ്കടവും കൗതുകവും ഒരുമിച്ച് അദ്ദേഹത്തെ മുന്നോട്ടു തള്ളി. കാഴ്ചകൾ അവനെ ഒരു പഴയ വീട് പോലെ ഒരുപാട് മനുഷ്യരുടെ മരണത്തിന്റെ സ്മരണകൾ കൊണ്ട് നിറഞ്ഞു. അപ്രതീക്ഷിതമായി ഒരു ഗ്രേവ്സിൽ നിന്ന് മണ്ണിൽ മറഞ്ഞിരുന്ന പഴയ പുസ്തകം പുറത്തു വീണു. അത് കാഠിന്യമായ പഴയ ചർമ്മത്താൽ പൊതിഞ്ഞു. പേജുകളിൽ നിഴലുകളും രക്തപ്പാടുകളും അടങ്ങിയിരുന്നത്. ആദിത്യൻ ഓർത്തുനോക്കിയപ്പോൾ ഓരോ പേജും പഴയ മനുഷ്യരുടെ രഹസ്യങ്ങൾ തുറന്നു പറഞ്ഞു. മരണം, വ്യാകുലത, നാശം എല്ലാം വായിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു ഭീതി സൃഷ്ടിച്ചു. നീ ഓർത്തുപോകാൻ പാടില്ല, നീ ഞങ്ങളുടെ കഥയിൽ ചേർന്നുപോയിരിക്കുന്നു, പുസ്തകം പകുതി ശബ്ദമായി പറഞ്ഞു. അടുത്ത നിമിഷം ഗ്രേവ്സുകളിൽ നിന്നും ജീവിച്ചിരിക്കുന്ന പഴയ മുഖങ്ങൾ വിരയലോടെ ചുറ്റിപ്പറ്റി. അവരുടെ കാഴ്ചകൾ, ശബ്ദങ്ങൾ, ദുഃഖവും ആക്രാന്തവും ഒരു വലിയ ഭീതികരമായ അന്ധകാര ചക്രത്തിൽ ചേർന്നു. ആദിത്യൻ ചുറ്റും നോക്കി. ഉറപ്പില്ലാതെ പടിയിറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ഏതു വഴി കണ്ടാലും ഓരോ ചുവടും ഒരു പഴയ മരണത്തിന്റെ പ്രതിഫലവുമായി ചേർന്നു. അവന്റെ മനസ്സിൽ ഒരു വാസ്തവമായ ഭയം, അന്ധകാരത്തിന്റെയും ഭൂതകാലത്തിന്റെയും യാഥാർത്ഥ്യം. ഒരു സ്വപ്നത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും മധ്യഭാഗത്ത് നിറഞ്ഞു. അപ്രതീക്ഷിതമായി ഒരു വലിയ ഗ്രേവ്സിന്റെ താഴെ നിന്നും ഒരു ആഴമുള്ള ശബ്ദം മുഴങ്ങി.
നിനക്ക് രക്ഷയില്ല, നീ ഞങ്ങളുടെ ഭാഗമാകുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു അന്ധകാരമായ പ്രകാശം, മനുഷ്യരാശിയുടെ രൂപങ്ങൾ, പഴയ മരണത്തിന്റെ വിരലുകൾ, എല്ലാം ഒറ്റ നിമിഷത്തിൽ അദ്ദേഹത്തെ വിഴുങ്ങി. അവൻ ഒടുവിൽ മനസ്സിലാക്കി, സെമിത്തേരിയിലെ പ്രതീക്ഷയില്ലാത്ത എല്ലാ നിഴലുകളും, പഴയ മനുഷ്യരുടെ അന്ധകാര ചിന്തകളും അദ്ദേഹത്തെ ഒരു ഭാഗമാക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. ഹൃദയം തകർക്കും വിധം അവൻ പടിയിറങ്ങി നോക്കി. പക്ഷേ നേരെ പോകാൻ ഒരിടവഴിയും ഇല്ല. ഓരോ ചുവടും, ഓരോ ശ്വാസവും, ഓരോ നിഴലും ഒരു വലിയ അന്ധകാര ചക്രത്തിലേക്ക് കൊണ്ടുപോയി. അവസാനമായി ആദിത്യൻ മറന്നുപോയ ഒരു കാലഘട്ടത്തിലേക്ക് വീണു. അവിടെ അവന്റെ ഹൃദയം, മനസ്സ്, ജീവിതം എല്ലാം സെമിത്തേരിയുടെ അന്ധകാരത്തിൽ തുടിച്ചു ചേർന്നു. നിഴലുകൾ ചുറ്റിപ്പറ്റി, ശബ്ദങ്ങൾ മുഴങ്ങി. ഒടുവിൽ അദ്ദേഹത്തിന്റെ മുഖം ഒരു നിശ്ചലമായ മുഖമാക്കാൻ, പഴയ മനുഷ്യരുടെയും അന്ധകാരത്തിന്റെയും ചിഹ്നമായി മാറി. രാത്രി തീർന്നപ്പോൾ ഗ്രാമത്തിലെ ആളുകൾ പറയുന്നു, സെമിത്തേരിയിൽ ആരും ആ ഹൃദയക്ഷേപത്തിലൂടെ പോകില്ല, കാരണം അവിടെ ഒരു ആളിന്റെ ഹൃദയം ഒരു നിഴലുമായി ചേരുന്നു. അടിത്യന്റെ കഥ സെമിത്തേരിയിലെ അന്ധകാര ഭൂതകാലത്തിന്റെ ഒരു അനന്തമായ ഓർമ്മയായി എല്ലാവർക്കും ഒരു പാഠമായി തീർന്നു. അവിടെയുള്ളത് വെറും മരിച്ചവരുടെ സ്ഥലം മാത്രമല്ല, ജീവിതവും മരണവും സംയുക്തമായി വിഴുങ്ങുന്ന ഒരു അന്ധകാരഭീതി എന്നുള്ളത്. അത് സെമിത്തേരിയുടെ മരവിപ്പില്ലാത്ത അന്ത്യം, ഒരു മല്ലു നൈറ്റ്മെയർ അനുഭവം, ഓരോരുത്തരുടെയും മനസ്സിൽ കുടുങ്ങി ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഭീതികരമായ കഥയായി മാറി.